ഇന്ന് നമ്മൾ ഒരു ചെറിയ മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അത്ര ഫേമസ് ആയ സ്ഥലമൊന്നല്ലെങ്കിലും ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. വയനാട് വടക്കനാടേക്കാണ്. കുറ്റ്യാടി ചുരം വഴിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നേരെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നേരെ വണ്ടി എടുത്ത് സാരംഗിൻ്റെ അടുത്തേക്ക് പോവാം. അങ്ങനെ അവസാനം സാരംഗിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇനി നേരെ വടക്കനാടേക്ക് വെച്ച് പിടിക്കാം. പോകുന്ന വഴിക്കുള്ള വീഡിയോ എല്ലാം കാണിച്ചു തരേ. നമ്മൾ കുറ്റ്യാടി ചുരാണ് വരാൻ പോകുന്നത്. കുറ്റ്യാടി വഴി തന്നെ പോവാണ്. ബ്ലോക്കാണ് ഗൈസ് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളവസാനം തൊട്ടിൽപ്പാലം ടൗണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വയനാട്ടിലെത്തിയിട്ട് വീഡിയോ എടുക്കാം. കാരണം ചുരം കയറുന്ന വീഡിയോ ഒന്നും കാണിച്ച് അധികം നിങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ല. കുറച്ച് നേരത്തോട്ടത്തിന് ശേഷം നമ്മളങ്ങനെ ഒരു വയലിൻ്റെ സൈഡിലൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കിട്ടണമെങ്കിൽ ഗൂഗിൾ മാപ്പിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്തായിട്ടാണ് വടക്കനാട് സ്ഥിതി ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമുക്ക് കുറച്ച് നേരം കാട്ടുകൂട് തന്നെയുള്ള യാത്രകൾ ആരംഭിക്കാം. ഇനി നമ്മൾ കാട്ടുകൂട് തന്നെയുള്ള ചെറിയൊരു യാത്രയാണ്. അവിടെ എവിടെയൊക്കെ ആയിട്ട് ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പുലിയുണ്ട്, വന്യമൃഗങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു പേടി മനസ്സിലെല്ലാം ഉണ്ട്. എന്നാൽ അതിൻ്റെ ചോട്ടിലും സൈഡിലൊക്കെ ആയിട്ട് ചെറിയ കുടിലുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതൊരു ചെറിയ ആശ്വാസമാണെന്ന് പറയാം. നിറയെ തേക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച് റബ്ബറാണെന്ന്. പിന്നീടാണ് എൻ്റെ സൂക്ഷ്മമായ പരിശോധനയിൽ തേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊന്നും പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ടും വണ്ടി അങ്ങനെ നിർത്തിയിട്ട് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടും ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. കണ്ട ഗൈസ്, അവിടെ എവിടെയൊക്കെ ആയിട്ട് ബോർഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആനേനെ കാണുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആനേനൊന്നും കണ്ടിട്ടില്ല. ഒരൊറ്റ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ടേക്കൊന്ന് വരണമെന്ന് ഭയങ്കര ആകാംക്ഷയാണ്. പക്ഷെ ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ദൂരം ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിലും കാണുന്ന കാഴ്ചകളല്ലോ അതിഗംഭീരാണെന്ന് പറയാം. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കഴിഞ്ഞു പോയ ചില കാഴ്ചകളെല്ലാം നമുക്കിവിടെ പ്രകൃതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഥലമുണ്ട്. ഓടിയ വണ്ടി ഓടിച്ച് ചത്തക്ക് എത്ര കിലോമീറ്റർ സാരംഗ ഓടി നമ്മളിപ്പോൾ 95-96 കിലോമീറ്റർ ഇപ്പം കറക്റ്റ് ഓടി ഗൈസ്. നല്ല കിഡിലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. എൻ്റെ മോനെ കിഡിലെ സ്ഥലം. ഏതാണ്ട് ഒരു 98 കിലോമീറ്ററോളം ഓടിയിട്ടാണ് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നിട്ടും നമ്മൾ വടക്കനാട് എന്ന് പറഞ്ഞിട്ടുള്ള കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടില്ല. പോകുന്ന വഹിക്കാൻ ആണ്ടൊരു സ്പോട്ടിൽ നിർത്തിയിട്ട് കുറച്ച് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും പറയാതിരിക്കാൻ വയ്യ, അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ കറക്റ്റ് സ്പോട്ടാണ് വടക്കനാടെന്ന് നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം നേരെ ചെന്നെത്തുന്നത് അടുത്തടുത്തായിട്ടുള്ള വയലുകളിലേക്കാണ്. ഇവിടെയൊക്കെ കൃഷിപ്പണി നേരത്തെ തുടങ്ങിയെന്ന് തോന്നുന്നു. കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കാണാൻ ഒടുക്കത്തെ ലുക്കാണ്. അതുകൊണ്ട് ഗൈസ് അതിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ ഒരു ചെറിയ വീട് പോലത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊന്നും പറയുന്നില്ല, വയനാടിൻ്റെ ഭംഗി അങ്ങനെ ഒറ്റ വാക്കിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ കുറച്ച് നേരത്തോട്ടത്തിന് ശേഷം വടക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗൈസ് വടക്കനാട് എന്ന് പറയുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. സാരംഗത അവിടെ ഉണ്ട്. നിറയെ വാഗമരങ്ങളെല്ലാം പൂത്തതുകൊണ്ട് തന്നെ ഒരുപാട് പൂക്കൾ റോഡ് സൈഡിലായിട്ട് വീണ് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തായ് ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകളും കൂടി കാണിച്ചു തരാം. ഇതൊന്നുമല്ലേ കാഴ്ചകൾ ഗൈസ്. നല്ല കിഡിലെ സ്ഥലമാണ്. പിന്നെന്നാ നമുക്ക് നോക്കുന്ന കിലോമീറ്റർ 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടാവും. പക്ഷെ 100 കിലോമീറ്ററിലും താണ്ടി വന്നിട്ട് മോശമില്ല എന്ന് പറയാം. വളരെ നിറച്ച് ആൾക്കാരുണ്ട് ഗൈസ്. പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും ഇവിടെ റെഡിയല്ല എന്നല്ല, സമ്മതിക്കൂല എന്നാണുള്ളത്. പക്ഷെ ഇവിടെയെല്ലാം ആൾക്കാർ ഇറങ്ങുന്നതാണെന്നുണ്ട്. അവിടെയെല്ലാം ഫുള്ളാളാണ്. പിന്നൊരു കാര്യം പറഞ്ഞുതരാം. ഇങ്ങോട്ടേക്ക് വരുന്നവർ നമ്മൾ വിചാരിക്കും വാഹനങ്ങളൊന്നും കിട്ടൂല എന്ന്.
5 മിനിറ്റും 10 മിനിറ്റും കഴിയുന്നതിനനുസരിച്ച് നിറയെ ബസ്സുകളും ഓട്ടോകളൊക്കെ ചെറപറ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം താഴേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് വരാം. ചുവട്ടിലെ കാഴ്ചകൾ അതിലും ഗംഭീരമാണെന്ന് പറയാം. ഒരുപാട് പുൽമേടുകളും വാഗമരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഇത്. വയനാട്ടിൽ ഇനി ഫേമസ് ആകാൻ പോകുന്നൊരു സ്ഥലം ഇത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ് ഗൈസ്. അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമെങ്കിൽ ഒന്നിങ്ങോട്ടൊക്കെ ഒന്ന് വരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.